എൻ്റെ പിന്നിൽ കാണുന്നത് 1 ഏക്കർ വെണ്ടത്തോട്ടാണ്. സാധാരണ വെണ്ടത്തോട്ടങ്ങളിൽ 4000 മുതൽ 5000 വെണ്ട വരെയാണ് നടുന്നത്. ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത 7000ഓളം മൂട് വെണ്ടാണ് നട്ടിരിക്കുന്നത്. മഴക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും റിസ്ക് ആണ്. കൂടുതൽ ഈൽഡ് കിട്ടുന്ന വെറൈറ്റികളൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് ഇട്ടൊക്കെ മാറിയും മറിഞ്ഞൊക്കെ വരാം. 2 വെറൈറ്റികൾ കൃഷി ചെയ്യും. സാമ്പ്രാട്ടും മഹിക്കോ ഇനത്തിൽപ്പെട്ട വെണ്ടകളാണ് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത്. രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈൽഡ് തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വരമ്പുകൾ തമ്മിലുള്ള അകലം പരമാവധി കുറച്ചുകൊണ്ടാണ് കേട്ടോ. അതെ, അത്യാവശ്യം ഒരാൾക്ക് നടന്ന് എത്താനുള്ള സ്പേസ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ടോട്ടൽ ഇവിടുത്തെ വരമ്പുകളുടെ എണ്ണം വരുന്നത് 55 എണ്ണമാണ്. ഒട്ടുമിക്ക സമയത്തും ഒട്ടുമിക്ക സ്ഥലത്തും വെണ്ട കൃഷി ചെയ്യുന്നത് 40 സെൻറ്റിമീറ്റർ 45 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. ഇവിടെ ഈ മഴക്കാലത്തായിട്ട് പോലും നമ്മൾ അതേ 30 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഇതേ വെണ്ട നട്ടിരിക്കുന്നത്. അത്യാവശ്യം ബ്രാഞ്ച് ഉണ്ട് താനും. ഇതേ കണ്ട, ഒരു വെണ്ട തന്നെ 1-2 ബ്രാഞ്ചുകളുണ്ട്. ഞാൻ പ്രധാനമായിട്ടും ബ്രാഞ്ചസിലെ വെണ്ട ഫോക്കസ് ചെയ്യാറില്ല, പ്രധാന വെണ്ട ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതിലാണ് വലിയ വെണ്ട ഉണ്ടാകുന്നതും ഒരു ദിവസം തന്നെ 2-3 വെണ്ട വിളവെടുക്കാനും പറ്റും. അപ്പം ഇങ്ങനെ നട്ടിട്ടാണ് എനിക്ക് ഈൽഡ് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. വെള്ളം വീഴുന്ന സമയത്തിലും ഇവിടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. സാധാരണ തോട്ടങ്ങളിലൊക്കെ 40 to 45 സെൻറ്റിമീറ്ററൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഈ തോട്ടത്തിൽ ഈ മൾച്ചിങ്ങിൻ്റെ അടിയിൽ കൂടെ പോരുന്ന ഇല്ലൈൻ ലാറ്ററിന് 30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ള വളവും വെള്ളമൊക്കെ ചെല്ലാവുന്ന രീതിക്കാണ് ഇവിടെ ചേരുന്നത്. മഴക്കാലാകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ ഫംഗൽ ഡിസീസാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പരിപാടി വെച്ചാൽ ഈ വെണ്ട കൃഷിയുടെ തുടക്കം മുതൽ ഏറ്റവും അടിയിൽ ഉണ്ടാകുന്ന ഇലകൾ 2 വണ്ണം വെച്ച് കട്ട് ചെയ്ത് കളയും. ഓരോ ആഴ്ചയിൽ അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫംഗൽ ഡിസീസ് കാര്യമായിട്ട് ബാധിക്കാതെ ഈ തോട്ടം നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വളക്കൂറ് കുറഞ്ഞ മണ്ണ് ചേർത്തല ഭാഗത്താണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ ലേബർ അത്യാവശ്യം എളുപ്പമാണ്. നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് തന്നെ ഈ രീതിക്കുള്ളൊരു എളുപ്പം കുറേയുണ്ട്. പക്ഷേ നമ്മൾ ഓർഗാനിക് വളങ്ങൾ നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ ഇവിടെ ഈ കൃഷി വിജയിക്കുള്ളൂ. ഓരോ വരമ്പിലും 15ഓളം ചാക്ക് വളങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോഴിവളവും ചാണകപ്പൊടിയും ഡോളോമെറ്റുമാണ് പ്രധാനമായിട്ടും ബേസ് വളങ്ങളായിട്ട് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം മണ്ണ് പരിശോധന പ്രകാരമുള്ള വളങ്ങൾ നമ്മൾ പിന്നീട് ട്രിപ്ലിക്കേഷൻ വഴി കൊടുക്കാനുള്ള മെത്തേഡും ഇവിടെയുണ്ട്. വർഷത്തിലൊരിക്കലും ഇവിടുത്തെ മണ്ണ് പരിശോധിക്കാറുണ്ട്. ഇവിടുത്തെ പ്രധാനമായിട്ടും ഡെഫിഷ്യൻസി വരുന്നത് ബോറോൺ, മാഗ്നീഷ്യം, പൊട്ടാഷ്യം ഡെഫിഷ്യൻസിയാണ് വരുന്നത്. അപ്പോൾ അത്തരം വളങ്ങൾ കൂടെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ഫീൽഡിൽ നല്ല റിസൾട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ വെണ്ട വേണ്ട ഇവിടെ തന്നെ ഇപ്പോൾ 3 വെണ്ട ഒറ്റ തല വെണ്ടയെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ ബ്രാഞ്ചസിൽ നിന്ന് 1-2 ചെറിയ വെണ്ടയും കിട്ടും. അപ്പോൾ ഈ ഒരു 5 വെണ്ടക്ക കിട്ടി. ഏകദേശം ഒരു 100 ഗ്രാം വെണ്ടക്ക ഓരോ വിളവെടുപ്പിന് നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ കൃഷി ചെയ്ത് തുടങ്ങിയപ്പോൾ പരമ്പരാഗത രീതിയിലാണ് തുടങ്ങിയത്. പക്ഷേ ഈ മൾച്ചിങ് വന്നാണ് നമുക്ക് കേരളത്തിലെ എല്ലാ സമയത്തും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റിയത്. ഇവിടെയൊക്കെ നോക്കിയാൽ കള കണ്ട, ഈ കള കാര്യമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷി പരാജയപ്പെടും. അപ്പോൾ മൾച്ചിങ് ഷീറ്റിൻ്റെ പ്രയോജനം വരുന്നത് അവിടെയാണ്. അപ്പോൾ ഉള്ള ഈർപ്പം നിലനിർത്താനും ഉള്ള വളങ്ങൾ ചെടിക്ക് പെട്ടെന്ന് എടുക്കാനും ഈ ഒരു മൾച്ചിങ് സഹായിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഹോൾ വഴിയൊക്കെ ചെറിയ ചെറിയ കളകൾ വരും. പക്ഷേ അത് നമ്മൾ മാനിലായിട്ട് ഇങ്ങനെ പറിച്ച് നീക്കുകയാണ് ചെയ്യുന്നത്. വിത്ത് കുത്തി കൃഷിയാണെങ്കിൽ 45 to 48 ദിവസം നമുക്ക് വിളവെടുപ്പ് തുടങ്ങാം. എല്ലാ ദിവസവും രാവിലെ തന്നെ വിളവെടുപ്പ് തുടങ്ങും. ഇപ്പോൾ ഇവിടെ ടോട്ടൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസമായിട്ട് ഇപ്പോൾ ഏറ്റവും നല്ല പീക്ക് ടൈമിലാണ് നിൽക്കുന്നത്. അതായത് വേണ്ട ഒരു ചെത്തി തുടങ്ങിയ ഒരു 7 ദിവസം കഴിഞ്ഞ സ്റ്റേജിലാണ് നമുക്ക് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 150 മുതൽ 250 വരെ വെണ്ടയാണ് വിളവെടുക്കുന്നത്. നേരെ മറിച്ച് ഇച്ചിരി ഡിസ്റ്റൻസിലാണ് നട്ടിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു 150 to 200 ഗ്രാം വെണ്ട മാത്രമേ വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും ഹൈ ഡെൻസിറ്റി ഫാമിംഗ് നമ്മൾ കൃത്യമായിട്ടുള്ള പരിചരണം കൊടുക്കണമെങ്കിൽ അതായിരിക്കും കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു പ്രത്യേകത, വെണ്ട മാത്രമല്ല വരുമാന മാർഗമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇടവിലായിട്ട് വെണ്ട സീഡ് കുത്തുമ്പോൾ തന്നെ നമ്മൾ ചീരയും തൈയായിട്ട് പറിച്ചു നടും. അപ്പോൾ അത്യാവശ്യം ലേബറിന് മുടക്കിയ പൈസ നമ്മൾ ചീര മുഖേന എടുക്കുന്ന രീതിക്കാണ് ഇവിടെ പ്രധാനമായിട്ടും കാര്യങ്ങളെല്ലാം നീക്കുന്നത്. അപ്പോൾ നമ്മൾ വെണ്ട ഹാർവെസ്റ്റിംഗ് തുടങ്ങിയിട്ട് ചിലപ്പം ഈ ഏരിയയിൽ ചിലപ്പോൾ ഒരു 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ഹാർവെസ്റ്റിംഗ് കഴിയും. അപ്പോൾ നമുക്ക് ചീരയിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരിക്കും ഇതിൻ്റെ പ്രധാനമായിട്ടും മിച്ചമായിട്ട് വരുന്നത്. കഴിഞ്ഞ 2-3 വർഷം എടുത്താലേ വെണ്ട വിളവെടുപ്പില്ലാത്ത ദിവസങ്ങളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു ഫീൽഡ് മാത്രമല്ല ഉള്ളത്, വിത്ത് കുത്തിയിട്ടുണ്ട്, ഒരു ഫ്ലവറിങ് സ്റ്റേജിലേക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ തോട്ടം കഴിയുമ്പോൾ അടുത്ത സ്ഥലത്ത് വെണ്ട ആയി തുടങ്ങും. ചിലപ്പോൾ അവിടെ 50 സെൻറ്റ് ആയിരിക്കും, ചിലപ്പം 1 ഏക്കർ ആയിരിക്കും. പ്രധാനമായിട്ടും ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെണ്ടയ്ക്ക് വില വരുന്നത്. ഇതിന് കാരണം വെച്ചാൽ സ്കൂളിലൊക്കെ പ്രധാനമായിട്ടും പിള്ളേരൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോഴും ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് വെണ്ടക്ക മെഴുക്കുവരട്ടയും തോരനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ന്യായമായ പ്രൈസ് വെണ്ടയ്ക്ക് കിട്ടാറുണ്ട്. നമ്മുടെ ഒരു പ്രത്യേകത വെച്ചാൽ വെണ്ടയ്ക്ക് വില കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും
ഒറ്റ റേറ്റിനാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുള്ളതാണ്. മിക്ക സമയത്തും 50 to 55 നമ്മുടെ വെണ്ടയുടെ വില നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ വെണ്ടയുടെ കളർ നോക്കിയേ, വെള്ള ഷെയ്ഡ് കൂടുതലാണ്. മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വെണ്ട കൂടുതലും നല്ല ഡാർക്ക് പച്ചയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഗുണമേന്മയുള്ളതും നല്ല ടേസ്റ്റ് ഉള്ളതും കാണാൻ ഭംഗിയുള്ളതായിട്ടുള്ള വെണ്ടയായിരിക്കണം നമ്മൾ എപ്പോഴും കൃഷി ചെയ്യേണ്ടത്. ഇതിന് പ്രത്യേക ഒരു മാർക്കറ്റുണ്ട്. ഈ വെണ്ട കണ്ട ഒരു പ്രത്യേകതയുണ്ട്. കറി വെക്കുന്ന സമയത്ത് ഈളാപ്പ്, അതായത് വഴുവഴുപ്പ് കുറവായിരിക്കും. മെഴുക്ക് പറ്റുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഉണക്കി സൂക്ഷിക്കാനും അടിപൊളിയാണ്. വെണ്ട വിളവെടുത്ത് തുടങ്ങിയ ശേഷം രാവിലെ 6 മണി മുതൽ 8 മണി വരെ ഇതൊരു പൂപ്പാടം കൂടെ ആയിരിക്കും. മഴ പൊതുവെ ശക്തമായി നിൽക്കുകയാണെങ്കിൽ വെണ്ടയുടെ ഈൽഡ് പൊതുവെ കുറയും, പ്രത്യേകിച്ച് രാവിലെ മഴ വേണമെങ്കിൽ. കാരണം ഈ പൂവൊക്കെ അഴുകി പോകുന്നതാണ് വെണ്ടയുടെ ഉൽപ്പാദനത്തിന് കുറവിൻ്റെ കാരണം. പ്രധാനമായിട്ടും നല്ല വെയിലുള്ള കാലാവസ്ഥയാണ് വെണ്ട കൃഷിക്ക് ഏറ്റവും അനുകൂലം. കണ്ടാ ഇതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് 6-7 മണിക്കൂറോളം വെയിൽ കിട്ടുന്ന തോട്ടമാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ഫംഗൽ ഡിസീസൊക്കെ നമുക്ക് സ്റ്റാർട്ട് സമയത്ത് ആയാണെങ്കിൽ നമുക്ക് ചെറിയ സാഫ് എന്ന കുമിൾനാശിനി വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് സമയത്ത് വേണമെങ്കിൽ ഇലയുടെ അടിയിൽ അടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ബ്യൂറിയും വെറ്റിസിലയും പുഴുക്കൾക്കും ചെറിയ ചെറിയ നീറ്റ് കിടക്കുന്ന കീടങ്ങൾക്കൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കേരളത്തിൽ അടിപൊളിയായിട്ട് വെണ്ട കൃഷിക്കുള്ള സാധ്യതയുണ്ട്. 360 ദിവസവും മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്ത് പോകാമെന്നുള്ളതാണ് ഈ വെണ്ട കൃഷിയുടെയൊക്കെ പ്രത്യേകത. വെണ്ട വിളക്കുന്നത് ബക്കറ്റിലാണ്. അപ്പോൾ അതിനുശേഷം ചാക്കിനകത്താക്കാം. ഈ ഒരു ചാക്ക് 18 to 20 കിലോ ആണ് വരുന്നത്. അപ്പോൾ ഇത് ഫ്രഷായിട്ട് തന്നെ കൊടുക്കണം. രാവിലെ എത്തുന്നതനുസരിച്ച് മാർക്കറ്റിലേക്ക് പോകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ പ്രൈസിലേക്ക് നമ്മൾ പോകുന്നത്. മോട്ടർ വരെ ഇതാണ്. അഗ്രികൾച്ചർ കണക്ഷൻ ആണെങ്കിൽ ഏറ്റവും നല്ലത്. കറണ്ട് ചാർജ് ഉണ്ടാകത്തില്ല. ഇവിടുത്തെ കള നോക്കിയാൽ മൾച്ച് ചെയ്തില്ലെങ്കിൽ അന്യ കളയായിരിക്കും. കളക്കനുസരിച്ച് കീടങ്ങളും വരും. അപ്പോൾ അതാണ് ഈ മൾച്ചിങ് ഇരിക്കുന്നതുകൊണ്ട് പാത്തി മാത്രമേ ചെറിയ ചെറിയ കളകളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കീടങ്ങളുടെ അറ്റാക്ക് പൊതുവെ കുറവാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു കൃഷി 90% കഴിയുമ്പോഴും നമ്മൾ അതായത് ടോട്ടലി വെണ്ട കൃഷി ഒരു 4 മാസം കഴിയുമ്പോൾ കംപ്ലീറ്റ് തീരും. ആ സമയത്ത് കംപ്ലീറ്റ് അടിച്ച് ക്ലിയർ ചെയ്ത് 2 ആഴ്ചയുടെ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് അടുത്ത മറ്റൊരു ക്രോപ്പിലേക്ക് പോകുന്നത്. വിതിൻ ഡിസ്ട്രിക്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് സുജിത്തിൻ്റെ ഫീൽഡ് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ കായംകുളം ബ്ലോക്കിൻ്റെ, ഞാൻ കായംകുളത്തെ കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. എൻ്റെ പേര് മഞ്ജുഷ. ഞങ്ങളുടെ കായംകുളം ബ്ലോക്കിൻ്റെ കീഴിൽ 8 കൃഷിഭവനുകളാണുള്ളത്. 8 കൃഷിഭവനുകളിലെയും കർഷകരും സ്റ്റാഫും എല്ലാവരുമാണ്. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അട്ടപ്പാടി വിതിൻ സ്റ്റേറ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടും വിതിൻ സ്റ്റേറ്റ് എക്സ്പോഷർ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അട്ടപ്പാടി അതുപോലെ പെരുമാട്ടി പഞ്ചായത്തൊക്കെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സുജിത്തിൻ്റെ ഈ ഒരു ഫീൽഡ് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു സുജിത്തിനെ കാണാനും പരിചയപ്പെടാനും കൃഷി രീതികളൊക്കെ അറിയാനും. അപ്പം അതിനുവേണ്ടി ഇവിടെ ഞങ്ങളെത്തി. എല്ലാം കണ്ടതിൽ വളരെ സന്തോഷം. സുജിത്തിന് എല്ലാവിധ ആശംസകളും. ഈ ഓണക്കാല പച്ചക്കറി വിളവെടുപ്പ് വളരെ ഗംഭീരമായിട്ട് മാറട്ടെ എന്നും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്. ഈ മോഡൽ കൃഷി കൊണ്ട് തന്നെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി പച്ചക്കറികളാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡോടെ വിൽക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ വിഷയങ്ങൾ. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വരെ ബൈ.